എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അന്നദാനം മഹാദാനം. കമ്മിറ്റിക്കാരുടെ പിള്ളേർക്കും കൊച്ചുമക്കൾക്കൊക്കെ മുഖം നോക്കി അന്നദാനം കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയി ഭക്തജനങ്ങൾ അന്നദാനം നടത്തരുത്. ഇത് ഞാൻ 3-4 തവണ വീഡിയോ ചെയ്തതാണ്. കാരണം ഞാൻ മിക്ക ക്ഷേത്രങ്ങളിൽ അന്നദാനത്തിന് പോകാറുണ്ട്. മിക്ക ക്ഷേത്രങ്ങളിലും ചെയ്യുന്ന പരിപാടി അവിടുത്തെ കമ്മിറ്റിക്കാരുടെ ഭാര്യ മകനോ ഇല്ലെങ്കിൽ അമ്പലത്തിൽ സപ്താഹം വഹിക്കുന്നവരോ ഇല്ലെങ്കിൽ അവിടെ അഖണ്ഡനാമം ചെല്ലുന്ന ആൾക്കാർക്കൊക്കെ ബാക്കിൽ കൂടെ എന്താ പറയുക, ക്യൂ നിൽക്കാതെ തന്നെ അത് പിന്നെ അവർ നാമം ചെല്ലുന്ന കൊടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവർക്ക് നല്ലപോലെ ചോറും കറികളും, അതായത് പരിചയമുള്ളവരാണെങ്കിൽ 3 കൂട്ടം അവിയൽ ഇല്ല 3 തവി അവിയലിടും. അതേസമയം പുറകിൽ പരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന 1 തവി അവിയൽ, എന്നിട്ട് ഇച്ചിരി കൂടെ ചോറിടും. ഇത് പ്രസാദമാണ്, ദേവിയുടെ പ്രസാദമാണ്. അപ്പം അങ്ങനെ പ്രസാദമാണെങ്കിൽ അന്നദാനം സ്പൂണിനകത്ത് കൊടുത്താൽ പോരെ. മിക്ക ക്ഷേത്രങ്ങളിൽ അന്നദാനം മുഖം നോക്കിയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ എന്തിനാണ് അന്നദാനമൊക്കെ മുഖം നോക്കി കൊടുക്കുന്നത്? നമ്മൾ ഒരു 10 പേർക്ക് അന്നദാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ഷേത്രക്കാർ 10 പേർക്ക് ഇവിടെ അന്നദാനം ഉള്ളെന്ന് അത് 10 പേർക്കും വയറ് നിറച്ച് വേണം കുടിക്കാൻ. ഈ സാമ്പാറൊക്കെ രണ്ടാമത് കൊടുക്കത്ത് പോലില്ല. സാമ്പാർ കൊടുക്കത്തില്ല, അവിയൽ കൊടുക്കത്തില്ല. എന്നിട്ട് മിച്ചം വരുമ്പം അമ്പലത്തിൽ പായസം വെക്കുന്ന നെയ്ക്കുപ്പിക്കകത്ത് കമ്മിറ്റിക്കാരും ഈ കമ്മിറ്റിക്കാരുടെ ഭാര്യമാരും ഈ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വെച്ചിട്ട് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ പായസം വെക്കും. അപ്പം നെയ്ക്കുപ്പിക്കകത്ത് ഈ പറയുന്ന അച്ചാറുകൾ, പായസം, എന്നിട്ട് പായസം കൊടുക്കുന്ന ഒരു ഉമ്മിണി ക്ലാസ്സിനകത്ത് ആ ക്ലാസ് കണ്ട അതെടുത്ത് ദേവസ്വത്തിലുള്ള തലക്കെട്ടടിക്കാൻ തോന്നും. പറയാതെ വയ്യ ഭക്തജനങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾ അന്നദാനം കഴിക്കുന്നത് കാരണം ഒരു അന്നദാനം എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കൊടുക്കേണ്ട ഒരു ഇതാണ്. നമ്മൾ വയറ്റിക്കൊള്ളാന്നല്ലേ കഴിക്കത്തുള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളാണെങ്കിലും വയറ്റിക്കൊള്ളാന്ന ഫുഡാ കഴിക്കത്തുള്ളൂ. അപ്പം 100 പേർക്കാണെങ്കിൽ 100 പേർക്ക് അന്നദാനം ഉള്ളെന്ന് പറഞ്ഞ് എഴുതി വെക്കുക. വരുന്നവർക്ക് പശ്ചാഭേദമില്ലാതെ അന്നദാനം ഒരേപോലെ കൊടുക്കും. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ അന്നദാനം വിളമ്പുന്ന, അപ്പോൾ അവൻ എന്ത് ചെയ്യും? എനിക്ക് ഇച്ചിരി ചോറ് കൂടുതലിടും, 3 തവി സാമ്പാർ കൂടുതലിടും. അപ്പം പുറകെ വന്നവൻ ചിലപ്പോൾ അവന് പരിചയമില്ലാത്തൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവന് 1 തവി ചോറ്, സാമ്പാറിൻ്റെ ഇച്ചിരി, 1 തവി അവിയൽ. അപ്പം എനിക്ക് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് 3 തവി അവിയലിട്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ മുഖം നോക്കുന്ന ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾ അവർക്ക് അന്നദാനം കൊടുക്കുന്നത്? അങ്ങനെ മുഖം നോക്കി അന്നദാനം കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ ഉണ്ടെങ്കിൽ ഭക്തജനങ്ങൾ അതിനെ എതിർത്ത് ഇത് ദേവിയുടെ പ്രസാദമാണ്. ഭക്തജനങ്ങൾ ഒരേപോലെ ക്ഷേത്രത്തിൽ കമ്മിറ്റിക്കാരോട് അത് പറഞ്ഞ് മനസ്സിലാക്കുക. 10 പേർക്കെങ്കിലും കൊടുത്താൽ നന്നായിട്ട് കൊടുക്കുക. അന്നദാനം കൊടുക്കുന്ന ഭക്തജനങ്ങൾ വയറ് നിറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് അന്നദാനം നിങ്ങൾ കൊടുത്താൽ മതി എന്നൊരു ഭക്തജനങ്ങൾ പറയണം. ഇപ്പോൾ ഒരു ഭക്തജനങ്ങൾ അന്നദാനം വഴിപാട് നേർന്നു, അവർ പറയും 30,000 രൂപ. പക്ഷേ ഈ 30,000 രൂപയുടെ സാധനങ്ങളൊന്നും അവർ മേടിക്കത്തില്ല. പൈസ എടുക്കുന്നത്, അതായത് അമ്പലത്തിൽ പാചകം ചെയ്യുന്നവൻ കമ്മിറ്റിക്കാർ തന്നെ സാമ്പാർ വെക്കും, ഉപ്പ് പോലും നോക്കത്തില്ല. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയും ഇത് പ്രസാദമോ, ഇത് രുചി നോക്കാൻ പാടില്ലെന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രസാദമാണെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് കഴിക്കേണ്ടതാണ്. പണ്ടൊക്കെ ആൾക്കാരൊക്കെ ഒരു കൈക്കൂട്ടുണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ ഉപ്പ് പാവാന്ന് പറയും. ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ പായസമാണെങ്കിലും സാമ്പാറാണെങ്കിലും ക്ഷേത്രങ്ങളിൽ വെള്ളം കൂട്ടിയാണ് വെക്കുന്നത്. ഒരു ക്വാണ്ടിറ്റിയും കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ക്ഷേത്രത്തിൽ ഈ ഭക്തജനങ്ങൾ മുഖം നോക്കി അന്നദാനം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ അവിടെ വഴിപാട് നടത്തരുത്. അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ദോഷം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നദാനം കമ്മിറ്റിക്കാർ തോന്നിയ പോലെ അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും കുട്ടികൾക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങൾ സെപ്പറേറ്റ് കൊടുത്താൽ പോലെ. എന്തിനാണ് അന്നദാനം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് അമ്പലത്തിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത്? ഇതൊക്കെ എന്ത് കാര്യമാണ്? ഈ അന്നദാനം വരെ മുഖം നോക്കി കൊടുക്കുന്നത് ക്ഷേത്രങ്ങളിൽ. അത് ഈ കൂടുതൽ കമ്മിറ്റിക്കാരാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ബാക്കി സാധനങ്ങൾ ഇവരെല്ലാവരും വീട്ടിൽ കൊണ്ടുപോകും. അവിടെ അന്നദാനം നടത്തുന്ന ഭക്തന്മാർ മണ്ടന്മാർ. എന്ത് ചെയ്യുന്നു? ഇതൊക്കെ കമ്മിറ്റിക്കാർ ഇപ്പോൾ അറിയത്തില്ല. ഏതെങ്കിലും രീതി നിങ്ങളുടെ മക്കൾക്കൊക്കെ ഏതെങ്കിലും വിഷയങ്ങളാകുമ്പം ജ്യോതിഷവിധി പ്രകാരം നോക്കിക്കുമ്പോഴായിരിക്കും ഞാൻ അമ്മയോട് ചെയ്ത ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത പാവമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അവിടെ അതൊരു ക്ഷേത്രമാണെങ്കിൽ ഭക്തങ്ങളെ കണ്ണുനീര് വീഴ്ത്തി ദൈവപ്രശ്നം നടത്തുമ്പോഴത്തേക്കായിരിക്കും അവർക്ക് അതിൻ്റെ ദുരിതങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ കണ്ടില്ല, ഉത്സവത്തിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പം മറ്റുള്ളവർക്ക് ഈ ഒത്തിരി പൈസകൾ കൊടുക്കേണ്ടവരായത് ഈ കമ്മിറ്റിക്കാരുടെ ഇരിപ്പാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ശാന്തിക്കാരൻ കംപ്ലൈൻറ്റ് കാണിച്ചെന്ന് പറയും പൂജ ശരിയില്ലാത്തതാണ്. ഇന്നേ വരെ അങ്ങനെ ഒരു ക്ഷേത്രത്തിലും പറഞ്ഞു കേട്ടില്ല. കാരണം കമ്മിറ്റിക്കാരാണ് ക്ഷേത്രങ്ങൾ ഈ പറയുന്ന പോലെ, എല്ലാ കമ്മിറ്റിക്കാരും ഇല്ല, നല്ലപോലെ അന്നദാനം കൊടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. മണ്ണർശാല വയറ് നിറച്ചാണ് അന്നദാനം കൊടുക്കുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രം വയറ് നിറച്ചാണ് അന്നദാനം കൊടുക്കുന്നത്. ഏറ്റുമാനൂർ വൈകുന്നേരങ്ങളിൽ കഞ്ഞിയുണ്ട്. ഒരു മുഖം നോക്കാതെയും എല്ലാ ഭക്തജനങ്ങൾക്കും ഒരേപോലെയാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആമയുടെ രാവിലെ അന്നദാനമുണ്ട്.
പായസമുണ്ട്, അമ്പലത്തിൽ ഉണ്ടാക്കുന്ന പായസം അവിടെ വരുന്ന ഭക്തർക്ക് വയറ് നിറച്ചാണ് കൊടുക്കുന്നത്. നമുക്ക് രണ്ടാമതും ചെന്ന് മേടിക്കാം, അന്നദാനം ഒക്കെ അത്. പക്ഷെ അവിടെ പറയുന്ന ആരും വേസ്റ്റ് ചെയ്യുന്നതാണ്. മിക്ക ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ ഈ പറയുന്ന അന്നദാനം നല്ല രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. ചില ക്ഷേത്രങ്ങളിലാണ് ഈ മുഖം നോക്കി കൊടുക്കുന്നത്. നമ്മൾ അതേപോലെ തന്നെ പറയുവാണെങ്കിൽ തൊടുപുഴയിലൊരു ക്ഷേത്രമുണ്ട്, സർപ്പക്ഷേത്രമുണ്ട്, മണക്കാട്, പല പേരുണ്ട് അതിന്. ആ ഒരു സർപ്പക്ഷേത്രത്തിൽ രാവിലെ ഉപ്പുമാവുണ്ട്, വൈകിട്ട് കഞ്ഞിയുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഒരേപോലെയാണ് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് തരും ചെയ്യും. അപ്പം ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ ഈ പറയുന്ന മുഖം നോക്കി നടത്തുന്ന കമ്മിറ്റിക്കാരെടുത്ത് അന്നദാനം നടത്തരുത്. അങ്ങനെ നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ കമ്മിറ്റിക്കാരോട് പറയുക എല്ലാ കറികളും രണ്ടാമത് കൊടുക്കുക എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ